അൻവർ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ ഇല്ല, അൻവറിനെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നില കോൺഗ്രസും എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതും ശരിയല്ല. അൻവർ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അവിടെ മാത്രമല്ല, നിലമ്പൂരിലാണെങ്കിലും ഇപ്പുറത്ത് കിടക്കുന്ന ചാലിയാറിൽ ഏറനാട്ടിലാണെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് സാമാന്യം വോട്ട് വാങ്ങിയ ആളാണ്. അപ്പോൾ അൻവറിനെ പരിഗണിക്കേണ്ടതേ ഇല്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നതിൽ അതും വിഡ്ഢിത്തമാണ്. അപ്പം അൻവർ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഞാൻ MLA സ്ഥാനം രാജിവെച്ചു, ഇറങ്ങി വന്നു, ഒരു മത്സരം ഇവിടെ ഉണ്ടായി, ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗമായി അതിനെ മുന്നണിയിലെടുക്കണമെന്നൊരാവശ്യം ഉന്നയിക്കുന്നു. അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം LDF വിടുകയും ചെയ്തു, UDF എത്തുകയും ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ദുരന്തമാണ്, രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള നിലക്ക് ആ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അൻവർ ചെയ്യുന്നത്. അത് രാഷ്ട്രീയമായി ശരിയുമാണ്. അങ്ങനെ അത് കോൺഗ്രസ് അതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ മത്സരിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ നിലമ്പൂർ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന UDF സ്വപ്നം നടക്കാനും പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, 2 ടേമിലായി ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ മുന്നണിയാണ്. അതിൽ സഖ്യകക്ഷികൾ, മുന്നണി രാഷ്ട്രീയത്തിൽ സഖ്യകക്ഷികൾ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. സഖ്യകക്ഷികൾ ഉണ്ടാവുക, സഖ്യകക്ഷികളെ ഏറ്റവും നന്നായി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് എത്ര വോട്ടുണ്ട്, ആ പാർട്ടിക്ക് എത്ര സ്വാധീനമുണ്ട്, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്ത് നേടും എന്നുള്ളതല്ല സഖ്യത്തിൻ്റെ കെമിസ്ട്രി. പൊളിറ്റിക്സിൽ ഒന്നും കൂട്ടിയാൽ 2 അല്ല, ഒന്നും കൂട്ടിയാൽ ചിലപ്പോൾ 4 ആകാം, 5 ആകാം, 6 ആകാം, 10 ആകാം, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊരു പാർട്ടി ഉണ്ടല്ലോ, കോൺഗ്രസ്. ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ റോട്ടിൽ കൂടിയൊക്കെ പോകണമല്ലേ. പക്ഷേ LDF അദ്ദേഹത്തെ എത്ര മാന്യമായിട്ടാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തന്നെ കൊടുക്കുന്നു, വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു, മന്ത്രിയാകുന്നു. ഇപ്പോൾ 2ാം തവണ അദ്ദേഹം മന്ത്രിയായി. ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അത് LDF മനോഹരമായി ചെയ്യുന്നുണ്ട്, എല്ലാ ഘടകകക്ഷികളെയും. അപ്പോൾ അതിൽ നേതൃസ്ഥാനത്തുള്ള ആരാണ്? CPM എപ്പോഴും നേതൃസ്ഥാനത്തുള്ള പാർട്ടി എപ്പോഴും എന്താണ്, അവർ അധിക ഉത്തരവാദിത്വം കാണിക്കണം. കണ്ണൂരിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നത്. ഇത് CPM ശക്തി ദുർഗമായിട്ടുള്ള കണ്ണൂരിൽ. അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, പിന്നെ ഒരു പാർട്ടി NCP കോൺഗ്രസ് അവരുടെ അകത്തുള്ള ഇത് വളർന്ന് 2 കഷ്ണമാകുമ്പോൾ 2 കഷ്ണത്തെ അവർ അക്കോമഡേറ്റ് ചെയ്യണം. NCP അക്കോമഡേറ്റ് ചെയ്യുന്നു, കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ജനതാദൾ 2 കഷ്ണമാകുമ്പോൾ 2 കഷ്ണത്തെയും അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇതാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അത് സൈദ്ധാന്തികമായ എന്തെങ്കിലും അത് വളരെ പ്രായോഗികമായുള്ളൊരു കാര്യമാണ്. ഇപ്പുറത്ത് UDF എന്താ സംഭവിക്കുന്നത്? കൂടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കേരള കോൺഗ്രസ്, അവർ കൂടെ വിട്ടുപോയില്ലേ? അവർ വിട്ടുപോയി. എന്നാൽ കോൺഗ്രസ് സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നൊരു പാർട്ടി, അവർ എന്താണ് ജൈവികമായി നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നടക്കാനേ അവർക്ക് പറ്റുള്ളൂ. പക്ഷേ അവർ വളരെ എളുപ്പം LDF അതിനെ ആഗിരണം ചെയ്യുന്നു, വളരെ ഗംഭീരമായിട്ട് അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, സീറ്റുകൾ കൊടുക്കുന്നു. ആ സീറ്റുകൾ കൊടുക്കുമ്പോൾ അവർക്കത് ഇൻറ്റേർണലി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം കേരള കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടി ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് അധികം സീറ്റുകൾ അലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെയുള്ള ഘടകകക്ഷികൾക്ക് കൊടുത്ത സീറ്റുകളൊക്കെ കുറവ് വരും. അതൊക്കെ കോംപ്രമൈസ്, അതൊക്കെ വളരെ വൃത്തിക്ക് അത് നടപ്പിലാക്കുന്നു, വീണ്ടും അധികാരത്തിൽ വരുന്നു. അപ്പോൾ മുന്നണിയെ വികസിപ്പിക്കുക, മുന്നണിയെ ശക്തമാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി നഷ്ടപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അല്ല UDF എന്ന് പറയുന്നത്. ഇതിപ്പോൾ അതൊന്നും വേണ്ട, കേരള കോൺഗ്രസ് വേണ്ട, അൻവർ വേണ്ട, ഞങ്ങൾ തന്നെ ഫൈറ്റ് ചെയ്തങ്ങ് വിജയിപ്പിച്ചേക്കും എന്നതാണ് VD സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും ആത്മവിശ്വാസമെങ്കിൽ അത് കവിഞ്ഞ ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തോളം എത്തുന്ന ആത്മവിശ്വാസമാണ്. പരിഗണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ആളുകൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഇതൊരു അക്കോമഡേറ്റീവായിട്ടുള്ള ഒരു മുന്നണിയാണ്, എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്ന ആ ഒരു വിശാലമായൊരു കാഴ്ചപ്പാട്. നോക്കൂ, CPM കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ്. അതിൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് അസൂയാർഹമാം വിധം അതൊരു മഹാമേരുവായി നിൽക്കുന്ന സംഘടനാ സംവിധാനം. ഇത്രയും വലിയ സംഘടനാ സംവിധാനമുള്ള ഓയിൽഡ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അങ്ങനത്തെ ഒരു മുന്നണി, ആ മുന്നണിയാണ് അവരാണ്
എത്ര ഇലാസ്തികമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം വരുമ്പോൾ. എടുക്കാൻ പറ്റാവുന്നിടത്തോളം ആളുകൾ എടുക്കുന്നു, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ആളുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇപ്പുറത്തത് കാണുന്നില്ല. ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട. അൻവർ ഒരു ചീള്, അവൻ എന്തോ അൻവർ പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. എന്താണ് മുന്നണിയിൽ ഉണ്ടാവുമോ ഇല്ലയോ? അപ്പോൾ അങ്ങനെ അയാൾക്ക് ഈ പറയുന്ന വക്കിൽ നിൽക്കാൻ പറ്റില്ല. രണ്ടാലൊന്ന് തീരുമാനിക്കണം, ഒന്നിലും മുന്നണിയിൽ എടുക്കണം, അല്ല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. ആ നിലക്ക് ഇപ്പം അൻവർ ഉന്നയിക്കുന്ന ആവശ്യം രാഷ്ട്രീയമായി ശരിയായ ആവശ്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള അർഹതയുണ്ട്. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ലെങ്കിൽ അവർ ഒരു മുന്നണിയെ നയിക്കാൻ കെൽപ്പുള്ള സംഘടനയല്ല എന്ന് അവർ തെളിയിക്കുകയാണ് ചെയ്യുന്നത്.